Hey guys, welcome back to my YouTube channel. So ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലിപ്പ് ഇപ്പോൾ വരും, അത് നോക്കാം. ഹായ് ഗൈസ്, സോ ഇത് കാണാനുള്ളേ ടടാ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പോലെ ഞാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ വൈകിട്ട് ഓഫീസിൽ പോയിട്ട് വന്ന് ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയിട്ട് അമ്മയെ വിളിക്കാൻ പോകണമായിരുന്നു. ഞാൻ ഇവിടെ റേഷൻ കാർഡൊക്കെ എടുത്തിട്ട് സപ്ലൈകോയിൽ പോകണമായിരുന്നു. ഇവിടെ ലൈറ്റിങ് ശരിയല്ല കേട്ടോ, രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലൈറ്റുണ്ട്, ബട്ട് ദൂരെയാണ്. ഇവിടെ ലൈറ്റുണ്ട്, ബട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പം പോകാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ച് ഞാൻ വന്നതാണ്. വന്ന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് റൂമിൽ വന്നപ്പോഴേക്കും ബെഡിലൊരു സാധനം ഇരിക്കും. എന്താ ബോക്സ് ഒക്കെ കണ്ടോ? ഇതാണ് ഞാൻ വന്നപ്പോൾ ഇരുന്നത്. ഇത്ര വലിയ ബോക്സൊക്കെ. ഞാൻ അപ്പം ഇങ്ങനെ നോക്കിയപ്പം ഈ നോട്ട് നോക്കിയപ്പം ഗിഫ്റ്റ് ഫോർ യു എന്നൊക്കെ. ഞാനിങ്ങനെ ഇനി ഉണ്ടല്ലോ, ബർത്ത്ഡേക്ക് ടൈം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ നോ എൻ്റെ ചേച്ചിയും അലീനും കൂടെ വാങ്ങിച്ചു തവാനാണ്. അവർ ഒന്നെങ്കിൽ ചേച്ചി മാത്രം, അല്ലെങ്കിൽ ചേച്ചി അലീനും. ഓക്കെ, ചേച്ചി അലീനുമാണ് പൊതുവേ അവരുടെ കൂടെ ടീം ആയിട്ട് വാങ്ങിച്ചിരുന്നത്. അപ്പം അങ്ങനെ പറയുന്നതല്ല, എപ്പോഴും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അവരായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന് ചേച്ചി മാത്രം, അല്ലാളെയും മാത്രമല്ല, അവർ രണ്ടുപേരും ആരായാലും എനിക്ക് പ്രശ്നമില്ല. സോ ഇത് എൻ്റെ ഈ വർഷത്തെ വെരി ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റാണ്. സോ താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. ഓക്കെ, ഇതൊക്കെ ഇരിക്കട്ടെ, ചുമ്മാ ചോദിക്കുന്നില്ല. സോ നമുക്കിത് പൊട്ടിച്ച് നോക്കാവുന്നതാണ്. എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പോൾ താഴെ ഒരു ബഹളം കൂടിയേ ഉള്ളൂ. ഗിഫ്റ്റ് വന്നിട്ട് അവൾക്ക് പൊട്ടിച്ച് നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തുറക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എന്താ, സമയം കിട്ടിയില്ല. വന്നു പോയി ഇരിക്കുകയാണ്. പിന്നെ ആക്ച്വലി ഇന്ന് ഒരു നമുക്കറിയാവുന്ന ഒരാൾ മരിക്കുക കൂടെ ചെയ്തൊരു ആൻറ്റി. അപ്പം അവിടെ കൂടെ പോയിട്ടാണ് വന്നത്. അപ്പം മൊത്തത്തിൽ ഒരിതായിരുന്നു. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. ബട്ട് എന്താ ഇതെവിടെ പൊട്ടിക്കുന്നത്? ഞാൻ അത് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ട് ഈ വീഡിയോ ആയതുകൊണ്ട് തനിയെ അപ്ലോഡ് ആയതാണ്. പക്ഷേ ഈ ന്യൂസ് അറിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അത് അപ്ലോഡ് ആയത്. എനിക്കിപ്പം ക്യാൻസൽ ചെയ്യാനുള്ളതും അറിയത്തില്ലായിരുന്നു. സോ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോന് ഞാൻ വിചാരിച്ച സാധനം പക്ക. ഞാൻ അമ്മയോട് പറയുകയും ചെയ്ത് പോകുന്നത്. ഞാൻ ഇത് അവളോട് പറഞ്ഞായിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് വരെയാണ്, വേണമെങ്കിൽ ഇതൊക്കെ ഗിഫ്റ്റ് തരാം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ സാധനം കിട്ടിയിരിക്കുന്നു ഗൈസ്. ബട്ട് എനിക്കറിയായിരുന്നു, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് കാണുമ്പോൾ അറിയായിരിക്കും. ബ്ലോ ഡ്രൈ ഹെയർ, ഡ്രൈ ആൻഡ് സ്റ്റൈൽ ഹെയർ ഇൻ വൺ സ്റ്റൈൽ. സോ ഞാൻ കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു വിഷ് ലിസ്റ്റിൽ കിടന്ന സാധനമാണ്. ഇപ്പം ലാസ്റ്റ് ഒരു ഫങ്ഷൻ വന്നപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അതുണ്ടായിരുന്നെങ്കിൽ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകായിരുന്നു ഒക്കെ പറയുമായിരുന്നു. ബട്ട് അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഇഷ്യൊക്കെ കാരണം ഞാൻ പിന്നെ വേണ്ട, ഫണ്ട് കിട്ടിയിട്ട് എപ്പോഴേലും നല്ല രീതിയിലായിരുന്നു. സോ നമുക്ക് സാധനം കയ്യിൽ കിട്ടിയിരിക്കുന്നു ഗൈസ്. ലാസ്റ്റ് എനിക്ക് ആക്ച്വലി നല്ല ഇതുണ്ട് കേട്ടോ. അവർക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ത്രില്ലാണ്. ബട്ട് എനിക്കെന്തോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം എന്നല്ല, ഇതുപോലൊരു സാധനം ഞാൻ വിഷ് ലിസ്റ്റിൽ കിടന്നിട്ട് എനിക്ക് കിട്ടുന്ന ഇപ്പോഴാണെന്ന് തോന്നുന്നു. അല്ലാതെ ഇതിന് മുന്നേ അവൾ എനിക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്, ജീൻസ് ടോപ്പ് എന്നിട്ട് ചോദിക്കും, ഞാൻ സെലക്ട് ചെയ്യും, അങ്ങനെ മേടിച്ച് തന്നിട്ടുണ്ട്. ലൈക്ക് എന്താ വിഷ് ലിസ്റ്റിൽ അല്ല, അവൾ പറയും ഇങ്ങനെ ബഡ്ജറ്റുണ്ട്, നീ ഇപ്പം എന്തെങ്കിലും മേടിച്ചോന്നും പറഞ്ഞ് അങ്ങനെ മേടിക്കും. ഇതിപ്പോൾ വിഷ് ലിസ്റ്റിലുണ്ടായിരുന്നൊരു സാധനമാണ് ഞാനോ. സോ ഇപ്പം ട്രൈ ചെയ്യണമെന്നുണ്ട്. ബട്ടിപ്പോൾ ഹെയർ രക്ഷാൻ പറ്റില്ല ഇതുവരെ. പക്ഷെ എന്നാലും വേണേൽ ട്രൈ ചെയ്യാമല്ലേ? ട്രൈ ചെയ്യാൻ പറ്റും, നോക്കട്ടെ. പോസ് ചെയ്യണേ, അല്ല വരാം.
പ്ലഗൊക്കെ കണക്ട് ചെയ്തിട്ട്. ഞാൻ PUBG ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തപ്പം എനിക്ക് 8 GB ആണ് ഫ്രീ കിട്ടിയത്. ഞാൻ കണ്ടിൻ്റെ പ്രശ്നമാണോ ഞാൻ പെട്ടെന്ന് നോക്കി. ഓക്കെ, സോ നമുക്കിത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കി. കുറച്ച് സെറ്റ് ചെയ്തിടും പോലെ എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അറിയാവുന്ന പണി അറിയാവുന്നതിലുണ്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു. കുറച്ച് അടിച്ച് ഓനെ ഇത് കണ്ടോ ഈ സാധനം നേരത്തെ ചുരുണ്ട് കിടന്നൊരു സാധനം. കൊള്ളാം വലിയ ഫിഷ്. നമുക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു പോലെ കണ്ടല്ലോ ചുരുണ്ടിരിക്കുക, നമുക്കിനി ഇത്രയും വർഷം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, just look at this. Wow. Okay, so ഇനി ഇത് ഇത്രയും ഹെയർ ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. ബട്ട് പെട്ടെന്നാവുന്നുണ്ട്. നമ്മളിപ്പം ചീപ്പൊക്കെ വെച്ച് നമ്മളിത് കളയുമ്പോൾ ചട കളയും. അതുപോലെയുള്ളൂ. ജസ്റ്റ് ഒന്ന് ചെയ്യുക, സ്ട്രെയിറ്റ് ആവുക, സെറ്റ്. ഇത് സെപ്പറേറ്റ് ആയി കിടക്കുന്നത് കണ്ടോ. ഇതൊക്കെ ഒരുമാതിരി കൊല കിടക്കാം. കൊള്ളാം, സീരിയസ്ലി പ്ലീസ്. ഇത് ഒരു വലിയ ലോങ് വീഡിയോ ആണ്. സോ എപ്പോഴും പറയും പോലെ do like, share and subscribe to my YouTube channel. So until then, അടുത്ത വീഡിയോ. ഇനി എനിക്ക് വേറെ വല്ല ഗിഫ്റ്റ് കിട്ടുമോ ബട്ട് അമ്മയുടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ മൂക്ക് കുത്തിയപ്പം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്ക് ഗോൾഡ് റിംഗ് എന്നൊക്കെ പറയും, നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ചിട്ട്. സോ അത് എനിക്കിപ്പോൾ വാങ്ങിച്ചു തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അമ്മ അതെനിക്ക് വലിയൊരു ഗിഫ്റ്റായിരുന്നു. നല്ല എക്സ്പെൻസീവ്, നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതും അങ്ങനെയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ബട്ട് സ്റ്റിൽ വേറെ ആരും എനിക്കിനി ഗിഫ്റ്റ് തരാനില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇനി വല്ല സർപ്രൈസായിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും തരുന്നെങ്കിലേ ഉള്ളൂ. പ്രതീക്ഷിക്കുന്നതിന് ഐ ഡോണ്ട് തിങ്ക് സോ ആരും ഉണ്ടെന്ന് അറിയില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്തായാലും ഒരു 2-3 ഗേൾസ് ഫ്രണ്ട്സൊക്കെ ഉള്ളത്. അവർ അങ്ങനെ ടച്ച് പോലും ഇല്ല. ഇടയ്ക്ക് റീൽസ് ഷെയർ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. സോ കുറേ സോയിക്കണം. എല്ലാവരും പറയുന്നുണ്ട് എൻ്റെ സോ കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബർത്ത്ഡേ ഗിഫ്റ്റ്, അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ഞാൻ ചെറുതായിട്ട് സെറ്റ് ചെയ്ത് താഴെ കൊണ്ട് കാണിച്ചപ്പോഴറിയുന്നേ. ഒരു മിനിറ്റ് ഇത് നോക്കി. ഇവിടെ ഒരു കാർഡ്, ഇതിൻ്റെ അകത്ത് ആക്ച്വലി എന്തോ നോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യക്തമായത്, മനസ്സിലായത്. ഓക്കെ, ഡാ കുത്തി പറയണ്ടേ. ദാ എവിടെ അമ്മ എവിടെ? അയ്യോ, അമ്മ എന്നെ ഇന്ന് കൊന്നില്ലെന്നേ ഉള്ളൂ. ഈ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? എൻ്റെ ചേച്ചിയുടെ പ്രൊഡക്റ്റാണ്. എടുക്കരുത്. നോ. അയ്യോ, ഷോ ആണ്ടടാ മനമേ. ഇതേ നോക്കി ഇതിൻ്റെ അത് എന്തോ ആളെ നോക്കട്ടെ. പോയാ തുറക്കാൻ പറ്റില്ല. ഫ്രം MMH മിഹാൻ അല്ല, മുകിൽ മിഹാൻ ഹർഷ. അവിടെ അപ്പുറം ഇപ്പുറം ടു ആർഷ സജി. കേക്ക് മെസ്സേജ് എന്താ GOE സംതിങ് എന്താണ്ടോ GOEക്ക് വല്ല ഷോർട്ട്
എന്തോടാ എന്തോ അത് പിന്നെ എനിക്ക് കത്താത്തതാണോ. ദിസ് റീച്ച്ഡ് യു ബിഫോർ യുവർ ബർത്ത്ഡേ. മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ ആൻഡ് ഐ ഹോപ്പ് വി ഓൾ ഗെറ്റ് ടു എൻജോയ് പീസ്ഫുൾ ഡേയ്സ് ഇൻ അവർ ലൈഫ് സൂൺ. സോ ഹാപ്പി ബർത്ത്ഡേ ടു യു മിക്കു ഇൻ അഡ്വാൻസ്. ഇനി ഇത് അവർക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് നോട്ട്. ഓക്കെ, ഞാൻ കരുതി ഇത് ജസ്റ്റ് ഗിഫ്റ്റ് ഫോർ യു അത് മാത്രമേ കാണുള്ളൂ എന്ന്. അകത്ത് നോട്ട് ഇടുന്ന അറിഞ്ഞില്ല പൊന്നാ. ഇതാണ് എൻ്റെ കൺമണി. കൺമണി പൂവാണല്ലേ. ഹായ് പറ. ഹായ് 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 ഹായ്. ജോലി ജോലി ജോലി. നമുക്ക് പല്ലൊക്കെ വന്നേ കേട്ടോ. ഇതേ പല്ലെവിടെ? പല്ലിൻ്റെ കുഞ്ഞിന് പല്ലൊക്കെ വന്നേ. കാണാവോ? ഇല്ല കണ്ടില്ല. കുഞ്ഞിന് പല്ലൊക്കെ വന്നേ, വലിയ കുഞ്ഞായേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത് ടാറ്റ പറ. ബൈ ബൈ. ഇങ്ങനെ ബൈ ബൈ ബൈ. ഇത് കുഞ്ഞ് ബൈ പറയുമല്ലോ. ബൈ ബൈ പറയണ്ട, കാണിച്ചാൽ മതി. ഓക്കെ, കാണിച്ചേ വിച്ചു. ബൈ 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 ബൈ. ആ ബൈ. കുഞ്ഞിന് നാണമാണോ? സോറി ഗായ്സ്, അവൻ വേറെ എന്തെങ്കിലുമൊക്കെ കോൺസെൻട്രേഷൻ പോയിരിക്കുകയാണ്. ഇവിടെ കുറേ ഇതിൻ്റെ കവറൊക്കെ കിടക്കുന്നു. ഓക്കെ ബൈ ബൈ. ഓക്കെ.